ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഭാരപ്പെട്ടും ആകുലപ്പെട്ടും ചോദിച്ചു ഇനി എങ്ങനെയെന്നറിഞ്ഞുകൂടാ മുമ്പോട്ട് നീങ്ങേണ്ട വഴി. ഇന്ന് നീ അത് വിശ്വസിക്കുകയാണ്. ഞാൻ ഇക്കാലം അത്രയും ചോദിച്ച കാര്യം എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തന്നു കഴിഞ്ഞു. നീ അത് വിശ്വസിച്ച് ഏറ്റെടുത്തേ. ഒരു സ്ഥലം വിൽപ്പനയായിരിക്കാം. പല തരത്തിൽ ഇങ്ങനെ കിടന്ന് പരിശ്രമിച്ചിട്ടും എൻ്റെ ദൈവമേ ഈ സ്ഥലം വിൽപ്പന നടക്കുന്നില്ലല്ലോ. നൊവേനകൾ നേർന്നു, സ്ഥലം വിൽപ്പന നടക്കണം. ഭാരപ്പെട്ട മനസ്സ്. ഇന്ന് കർത്താവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നീ വിശ്വസിക്കുക, എൻ്റെ ദൈവമേ ഈ നിയോഗം, എൻ്റെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായ നിയോഗം അങ്ങ് ഇടപെട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞില്ലാത്ത ദമ്പതികളെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കുക, എൻ്റെ ദൈവം ഈ വിഷയം എനിക്ക് സാധിച്ചു തന്നു കഴിഞ്ഞു. മകളെ ഓർത്ത് ഭാരപ്പെടുന്ന അപ്പാ, കരങ്ങൾ ഉയർത്തുമ്പോൾ കണ്ണടച്ച് വിശ്വസിച്ചോ, നിന്റെ മകളുടെ പ്രശ്നത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞു. അങ്ങനെ തന്നെ വിശ്വസിച്ചേ, ദൈവം ഇടപെട്ട് കഴിഞ്ഞു. ഏത് വിഷയത്തെ ഓർത്താണോ ഭാരപ്പെടുന്നത്, കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനേകരോട് സംസാരിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, ഈശോ നിന്നോട് സംസാരിക്കുന്നു. ഏത് വിഷയത്തെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത്, ആ വിഷയം ദൈവം സാധിച്ചു തന്നു കഴിഞ്ഞു എന്ന് നീ വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ, കർത്താവേ ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ടതിന് ഓർത്തുകൊണ്ട് നന്ദി. കർത്താവേ ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ടതിന് ഓർത്തുകൊണ്ട് നന്ദി. അങ്ങ് ഈ കാര്യം സാധിച്ചു തരുന്നതിന് ഓർത്തുകൊണ്ട് നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിൽ എന്നും ഇത് പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, നമ്മളിങ്ങനെ ഭാരപ്പെട്ടിരിക്കും, എപ്പോഴും നിരാശപ്പെട്ടിരിക്കും. വിശ്വസിക്കണം, എൻ്റെ കർത്താവ് ഞാൻ എന്തു വിഷയമാണോ നിയോഗമാണോ ഞാൻ ഇക്കാലം അത്രയും ചോദിച്ചുകൊണ്ടിരുന്നത്, ഇനി ഞാൻ ചോദിക്കുന്നില്ല, മറിച്ച് ദൈവം എനിക്ക് തന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു വചനം ഉണ്ടല്ലോ, ഹെബ്രായ ലേഖനം 11:1. ഏതാ വചനം? ഹെബ്രായ ലേഖനം 11:1. ഏതാ വചനം? വിശ്വാസം എന്നുള്ളത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വചനത്തിൽ 12 വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീയെ കണ്ടുമുട്ടും. ഈ സ്ത്രീ ഉള്ളിൽ വിശ്വസിച്ചു. 28-ാം വചനം ഒന്ന് വായിച്ചേ. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5:28. 5-ാം അധ്യായം 28-ാം തിരുവചനം. രക്തസ്രാവക്കാരിയായ സ്ത്രീ എന്ത് ചിന്തിച്ചു, എന്ത് വിചാരിച്ചു, എന്തായിരുന്നു അവളുടെ ഉള്ളിൽ എന്നുള്ളത് ഈ വചനത്തിലുണ്ട്. ഒന്ന് വായിച്ചേ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സ്ത്രീ എന്ത് വിചാരിച്ചിരുന്നു? ഞാൻ ഈശോയെ കണ്ടാൽ, ഞാൻ ഈശോയെ തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു, അവൾ ഏറ്റെടുത്തിരുന്നു. ഹല്ലേലൂയാ, വിശ്വസിച്ച കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഈശോ ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ വന്നിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 1 പത്രോസ് 2:24. യെശയ്യായുടെ പ്രവചനം 53:5 അതേ വചനത്തെ പത്രോസ് ലീഗ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം തിരുവചനം. രക്ഷ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവൻ
ദേ ഇതിങ്ങനെ ഏറ്റെടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിനെയാണ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്ത് പ്രാർത്ഥന? ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയാ. അതായത് നീ വിശ്വസിക്കുകയാണ്, കർത്താവേ ഞാനിത് അങ്ങ് ഏറ്റെടുക്കുന്നു, അല്ലേ? അവകാശമാക്കുക, സ്വന്തമാക്കുക എന്ന് പറയത്തില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്രയും വചനങ്ങളുണ്ട്. നീ ഇത് വായിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ഇത് നീ സ്വന്തമാക്കുകയാണ്. ഉദാഹരണത്തിന് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നേ? 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം? ചിന്തിക്കുകയാണ്, അതിനിപ്പോ ഞാൻ എന്നാ വേണം? അങ്ങനെയാണോ? പിന്നെ എന്താ? കർത്താവേ ദേ ഇതുപോലെ 12 അല്ല, കുറെ വർഷങ്ങളായി ഞാനും അനുഭവിക്കുകയാണ്. രക്തസ്രാവം മാത്രമൊന്നുമല്ല, പല രോഗങ്ങൾ ഞാനും അനുഭവിക്കുകയാണ്. കർത്താവേ ഇതെന്നെക്കുറിച്ചാണ്. കർത്താവ് ഇതെന്നെക്കുറിച്ചാണെന്ന്. ഹല്ലേലൂയാ. ഇത് നിന്നെക്കുറിച്ചാണ്, ഇത് എന്നെക്കുറിച്ചാണ്. വായിക്കുമ്പോൾ വിശ്വസിച്ചോണം, ഇത് എന്നെക്കുറിച്ചാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തില് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടി, അവളുടെ വിവാഹത്തിന്റെ അതായത് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ ലൈഫിൽ വലിയൊരു ക്രൈസിസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആകപ്പാടെ പ്രതിസന്ധി രൂക്ഷം, ഉറക്കമില്ല. ഇനിയിപ്പം എന്താ വഴി എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അവളുടെ തലയിൽ ഇങ്ങനെ കടന്നുകൊണ്ട് ഈ മരിക്കണം ആത്മഹത്യ ചിന്ത, ആകെ പ്രതിസന്ധി. അങ്ങനെയാണ് ഇവിടെ ഒരു ശുശ്രൂഷകൻ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മകൾക്ക് വേണ്ടി വായിച്ചപ്പോൾ ഒരു സുന്ദരമായ വചനം കിട്ടി. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം വചനം. ഏതാ വചനം ഒന്ന് വായിച്ചേ? യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോൾക്കുള്ള വചനാണ്, വായിക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇസ്രായേലേ യാക്കോബേ എന്ന് എഴുതിയിട്ടില്ലേ, അവിടെ നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പേരിങ്ങനെ പറയുകയാണ്, അല്ലേ? സൗമ്യേ, അല്ലേ? യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ആ പെൺകുട്ടി അവിടെ നിന്ന് പറയുക. സൗമ്യ എന്നാണ് ആ പെണ്ണിന്റെ പേര്. ആ പെൺകുട്ടി പറയാണ്, സൗമ്യേ നിന്നെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. എന്ത് പറയുന്നു? ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിച്ചേക്കാം എന്നാണോ? ചിലപ്പോൾ രക്ഷപ്പെടാം എന്നാണോ? ആണോ? അല്ല, വചനം പറയാണ്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താ അടുത്ത വചനം? നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോ ഈ പെൺകുട്ടിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി. ആ പെണ്ണ് പറഞ്ഞ്, കർത്താവേ ഇതെനിക്കുള്ളതാണല്ലോ. യെസ്, ഇതെനിക്കുള്ളതാണല്ലോ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചേ, നിന്നെക്കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന്. നിന്നെക്കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇത് നിനക്കുള്ളതാണെന്ന്. ആ പെണ്ണ് ചോദിച്ചതാ, എന്നെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? എനിക്കുള്ളതാണോ ഇത്? എനിക്കുള്ളതാണെന്ന്. ഈ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം സ്വന്തമാക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിനെയാണ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അവകാശമാക്കുന്നു, സ്വന്തമാക്കിയുള്ള പ്രാർത്ഥന. എന്ത് പ്രാർത്ഥനയാണ്? സ്വന്തമാക്കിയുള്ള പ്രാർത്ഥന, ക്ലെയിം ചെയ്തുള്ള പ്രാർത്ഥന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉദാഹരണത്തിന്, നിങ്ങളൊരു ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരിൽ നിന്നൊരു വൈദികൻ പറയാണ്, ദേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെ തലവേദന മാറ്റുന്നു. അപ്പൊ ഇത്രയും പേര് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ചിലർ ചിന്തിക്കുകയാണ്, ഓ ഇത്രയും പേരുണ്ട്, ആരുടെയെങ്കിലുമൊക്കെ തലവേദന മാറുന്നു. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ഇരിക്കും. എന്നാൽ അതേ സമയം തന്നെ തലവേദനയുള്ള ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, കർത്താവേ ഇതെനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അതിങ്ങനെ സ്വന്തമാക്കിയാൽ ആ വ്യക്തിയിൽ അത് സംഭവിക്കും. ഹല്ലേലൂയാ. അതിനെ അവകാശമാക്കുക, സ്വന്തമാക്കുക, ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പറയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വർഷങ്ങൾക്ക് മുമ്പ് ഫിലോ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടാവും സാക്ഷ്യം. ആ സഹോദരി ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. 2 കിഡ്നിയും തകരാറിലായ സഹോദരി
ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അൾത്താരിൽ നിന്ന് സന്ദേശം, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ കിഡ്നി രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ സഹോദരി ആൾക്കൂട്ടത്തിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ചാടി തുള്ളി പറഞ്ഞു, കർത്താവേ അത് ഞാനാണ്, കർത്താവേ അത് ഞാനാണ്. ഇതിങ്ങനെ സ്വന്തമാക്കി അവിടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരിൽ ഒരുപക്ഷെ ഈ രോഗപീഠകളുണ്ടാവും, കിഡ്നി രോഗങ്ങളുണ്ടാവും. എന്നാൽ ഈ സഹോദരി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞാനാണ്, ഇതൊക്കെയാണ്, അത് ഞാൻ സ്വന്തമാക്കുന്നു. ധ്യാനം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ചെക്കപ്പ് നടത്തി. ഡോക്ടർ പരിശോധിച്ച് ഡോക്ടർ ഞെട്ടി. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ വന്നതാണ്, ഒരാഴ്ച മുമ്പ് ഈ സഹോദരി ആശുപത്രി വന്ന് പരിശോധിച്ച് കിഡ്നി രോഗമാണെന്ന് അറിഞ്ഞിട്ടാണ് ധ്യാനത്തിന് പോയത്. ദേ ആ സഹോദരി പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. 2 കയ്യടി, നല്ല കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ആലോചിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കും, ആലോചിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ആലോചിച്ചിരുന്നാൽ നീ ഇങ്ങനെ ഇരിക്കും, നിരാശപ്പെട്ടിരുന്നാൽ നീ ഇങ്ങനെ ഇരിക്കും. പറഞ്ഞേ. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്ന സന്ദേശം എന്താണ്? വിശ്വസിക്കുന്ന കാര്യം നിന്നിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി ഈശോ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ച, പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നെഹമ്യായുടെ പ്രവചനം 2-ാം അധ്യായം 20-ാം വചനം. നെഹമ്യ 2:20, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിജയം നൽകിയേക്കാം എന്നാണോ? അല്ല, അത് മനുഷ്യന്റെ ഭാഷയാ. ദൈവം ഉറപ്പ് നൽകുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇരിക്കുന്ന കടബാധിതരും ദുഃഖിതര് പീഡിതര്, നിന്റെ ജീവിതത്തിലെ ഭാരം എന്താണോ ആ വിഷയത്തിൽ കർത്താവ് ഇടപെടുന്നുവെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഹല്ലേലൂയാ. ദൈവത്തിന് നന്ദി പറയണം. ഇനി ചോദിച്ചോണ്ടിരിക്കണ്ട, മറിച്ച് എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. കർത്താവ് ഇന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്ന അഭിഷേകത്തിന്റെ ദിനമാണ്. കരങ്ങൾ ഉയർത്തിക്കേ. 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-ഉം 20-ഉം തിരുവചനം. ഏതാ വചനം? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഏതാ വചനം? പറഞ്ഞേ. 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-20. ഏതാ വചനം? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളെന്നറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഹല്ലേലൂയാ. എങ്ങനെ വിലയ്ക്ക് വാങ്ങി? യേശു തന്റെ രക്തം കൊടുത്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി രക്ഷിക്കപ്പെട്ടവരാണ്. ഓൾറെഡി ഇറ്റ് ഹാപ്പൻഡ്, നൗ ഇറ്റ് ഈസ് എ ടൈം ടു എക്സ്പീരിയൻസ്. അത് ഞാൻ എന്നിൽ അനുഭവിക്കുന്ന സമയം. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു, നിന്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഇപ്പൊ നിനക്ക് കൈകൾ ഉയർത്താൻ ആരോഗ്യമുണ്ട്, ആരോഗ്യം ഉള്ളപ്പോ കൈകൾ ഉയർത്തിക്കണം. ഈശോ എന്ന് വിളിക്കാൻ നിനക്കിപ്പോ സ്വരമുണ്ട്, നിനക്കിപ്പോ പറ്റും, അപ്പൊ അങ്ങ് വിളിച്ചോണം. തമ്പുരാന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കിട്ടുന്ന സമയത്ത് മുട്ടുമടക്കിക്കണം. കാരണം എന്താ? ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ നാട്ടുകാരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. കർത്താവിന്റെ മുമ്പിൽ കരകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചാൽ നീ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരികയില്ല. ഇപ്പൊ നിനക്കതിന് പറ്റും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. എന്റെ കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ നിന്ന് ഈശോ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പിതാവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന വഴികളിൽ, ഞാൻ അനുഭവിച്ച കാര്യങ്ങളിൽ കർത്താവേ അങ്ങ് ഇടപെട്ട് കഴിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. കർത്താവേ, ഇതെന്നിൽ സംഭവിച്ചു കഴിഞ്ഞു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ, പോരാ 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 പോരാ, യേശുവേ എന്ന് നീട്ടി വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. ഈശോയേ എന്ന് വിളിച്ചേ. ആരാധന ആരാധന ആരാധന. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് ദൈവജനത്തിൽ സംഭവിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആരാധന നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഇനി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കില്ല, മറിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈകൾ കൂപ്പിക്കേ. നീ വിശ്വസിച്ചോ?
യെസ്, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവെ, ഞാൻ ഏറ്റെടുക്കുന്ന കർത്താവെ, ക്ലെയിം ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം, ഒരത്ഭുതം എൻ്റെ ദൈവം എനിക്ക് നൽകും. യെസ്, കാലങ്ങളായി അടഞ്ഞ വാതിലുകളാണ്, എന്നാൽ ദൈവം ഇന്ന് തുറക്കും. വിശ്വസിക്കുക. യെസ്, ഏറ്റെടുക്കുന്ന കർത്താവെ, ഏറ്റെടുക്കുന്ന കർത്താവെ, ഇനി ഞാൻ ഭാരപ്പെട്ട് ജീവിക്കില്ല, ചോദിച്ചോണ്ടിരിക്കില്ല, മറിച്ച് എൻ്റെ കർത്താവിനിൽ തന്നു കഴിഞ്ഞു. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ ചെന്ന് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച ഈശോയുടെ മുഖം, പിതാവേ, അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. ഇതേ അഭിഷേകം എന്നിൽ ഇന്ന് സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവേ, എന്നിൽ ഇന്ന് സംഭവിക്കപ്പെടട്ടെ. വിശ്വസിച്ച് ഈ സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞ് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആരാധനയുടെ മുമ്പിൽ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എൻ്റെ നീറുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ കർത്താവെ, ഞാൻ വളരെ തളർന്നാണ് ഇരിക്കുന്നത്. നിരാശ എന്നെ വല്ലാണ്ട് മൂടിയിട്ടുണ്ട്. അനേകം ചോദ്യങ്ങൾ എന്നെ വട്ടമിടുന്നു. ഇനി എന്താകും എന്നുള്ളതാണ് എൻ്റെ ഭാരം. യേശുവേ, ഈ ശുശ്രൂഷ സമയം ഞാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയരെ, ഏത് വിഷയത്തെ ഓർത്തുകൊണ്ടാണോ നീ ഭാരപ്പെടുന്നത്, ആ ഭാരത്തിൽ കർത്താവ് ഇടപെട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. യെസ്, യെസ്, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈശോ വ്യക്തമായി അനേകരോട് സംസാരിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെട്ട് കഴിഞ്ഞു, തന്നു കഴിഞ്ഞു. അതിനെ സ്വന്തമാക്കുക. ഒരു വചന ശുശ്രൂഷകനാകാൻ ഒരു വിളി തന്ന ഒരു സഹോദരൻ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭാരപ്പെട്ടാണ് പ്രാർത്ഥിക്കുക. എന്തായി, എങ്ങനെയായി, എങ്ങനെയാകും? വിഷമിക്കണ്ടെന്ന് കർത്താവ് തന്നു കഴിഞ്ഞല്ലോ. അനുഗ്രഹം വചനത്തിൽ തന്നു കഴിഞ്ഞല്ലോ. അത് നീ സ്വന്തമാക്കിയാൽ മതി. വഴി ദൈവം തുറക്കും. അപ്പനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഒരു കുടുംബത്തിലെ കലഹം, മക്കൾ തമ്മിലാണ്. ആരപ്പനെ ശുശ്രൂഷിക്കും? ഇതാ കർത്താവ് വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. വിശ്വസിച്ചോ? ഇതൊരടയാളം പോലെ കർത്താവ് ഒരു വ്യക്തിയോട് ചെവിയിൽ പറഞ്ഞു കൊടുക്കുക, നീ വിഷമിക്കേണ്ട, കർത്താവ് തന്നു കഴിഞ്ഞു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, സ്തുതിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങന്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റെടുക്കുന്ന കർത്താവേ. ഹല്ലേലൂയാ. യേശുവേ, ആരാധന. നെറ്റിയിൽ കുരിശടയാളം വരച്ച് വിശ്വസിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുക. നമ്മൾ പഠിച്ച വചനത്തിന്റെ ശക്തി അതിശക്തമായി നിറയാൻ പ്രാർത്ഥിച്ചേ. നിന്റെ പ്രാർത്ഥന വഴി അതിശക്തമായ കൃപ, ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ വ്യക്തി ഉപയോഗിക്കട്ടെ. ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞ ഒരു വാക്കിൽ ഈ വ്യക്തി തളർന്നു കിടക്കുകയായിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും സംഭവങ്ങൾ കുരുങ്ങിക്കിടക്കുമായിരിക്കും. ചിലപ്പോൾ മാനസികമായ ചില പീഡകൾ മൂലം ജീവിതത്തിൽ തോറ്റുവെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാവും. കൈകൾ ആ വ്യക്തിയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഈ വ്യക്തിയെ തൊട്ടു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ സമയം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഇടപെട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വ്യക്തി ഏത് നിയോഗത്തോടു കൂടെ പ്രാർത്ഥിക്കാമെന്നുവോ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞുവെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. മകളുടെ വിവാഹ ആലോചന കർത്താവ് ക്രമീകരിച്ച് കഴിഞ്ഞെന്ന് നീ അത് വിശ്വസിച്ചേ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ.
അഡ്മിഷന്റെ കാര്യം കർത്താവ് ക്രമീകരിച്ചു കഴിഞ്ഞു. നീ വിശ്വസിച്ച് പഠിക്കാനായിട്ടുള്ള എൻ്റെ മക്കളുടെ പഠന മേഖലയിലുള്ള കുറവുകൾ കർത്താവ് ക്രമീകരിച്ചു കഴിഞ്ഞു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പണിതീരാത്ത വീടിൻ്റെ മുമ്പിൽ വല്ലാണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബനാഥൻ ഇപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ സഹോദരന്റെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് മറ്റേ സഹോദരൻ എന്താ പറയണമെന്നറിയോ? നിന്നിൽ ഈ വിഷയം ഇടപെട്ട് കഴിഞ്ഞു. പണിതീരാത്ത വീട് കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിച്ചു നൽകും. അത് പുത്തനാക്കും, കർത്താവ് ക്രമീകരിക്കും. കർത്താവിനറിയാം എന്താ വേണ്ടതെന്ന്. കർത്താവ് നേരത്തെ തന്നെ മനസ്സിൽ കണക്കാക്കി കഴിഞ്ഞു. അത് നിന്നിൽ സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുച്ചോരികളെ കഴുകണമേ, കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യപ്പെടുത്തണമേ, വിശദീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, ശുദ്ധീകരണമേ, വിശുദ്ധീകരിക്കണമേ. തിരുച്ചോരികൾ കഴുകണമേ, കഴുകണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധനെ ആരാധന, കാരുണ്യമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സമാധാനം നൽകണമേ, ശാന്തി നൽകണമേ, സൗഖ്യം നൽകണമേ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കുടുംബ ജീവിതത്തെ വിശദീകരിക്കണമേ. ദൈവസ്നേഹത്താൽ ഒന്നിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക പിഴകൾ നീക്കണമേ, ദുഷ്ടാരൂപിയുടെ സ്വാധീനങ്ങൾ നീക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിയാൽ താരയിലേക്ക് തിരിഞ്ഞ് നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കുന്നു, കർത്താവെ അങ്ങ് നൽകിക്കഴിഞ്ഞു. കർത്താവെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. കർത്താവെ അങ്ങ് നൽകിയതിന് ഓർത്തുകൊണ്ട് നന്ദി. ഇനി ഞാൻ ചോദിച്ചുകൊണ്ട് ഭാരപ്പെടില്ല, മറിച്ച് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. തീരുമാനമെടുത്തേ. തരണേ തരണേ എന്നല്ല, കിട്ടി എന്നുള്ള വിശ്വാസത്തിൽ ഏറ്റെടുക്കണം. യെസ് കർത്താവെ, ഞാൻ ഇത് ഏറ്റെടുക്കുന്നു, വിശ്വസിക്കുന്നു. അവിശ്വാസത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ ആശീർവദിക്കുമ്പോൾ വിശ്വസിക്കണം. ഈ ആശീർവാദം എൻ്റെ വീട്ടിലുള്ളവർക്കുള്ളതാണ്. ഈ ആശീർവാദം എൻ്റെ ജോലി സ്ഥലത്തുള്ളവർക്കാണ്. ഈ ആശീർവാദം എൻ്റെ കൂട്ടുകാർക്കുള്ളതാണ്. ഈ ആശീർവാദം നമ്മളോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലുമാണ്. കർത്താവെ, ഇതേ അഭിഷേകം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു, ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. വിശ്വസിച്ച ആശീർവാദം സ്വീകരിക്കാം.
ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന കാറ്റായി വാ